ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിന്നഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. മഴവില്ലിന്നഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടനെ വിളിച്ചു പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീ നോക്കില്ല വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. ഇവിടെ നിനക്കുള്ള കിടുക്ക് ഡ്രസ്സ് കൊണ്ട് നീ ആ പെട്രോളിലോട്ട് ചെല്ലു. ഇവിടെ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്. നല്ല കളക്ഷനാ. പെട്രോ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളിയാഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡാന ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡാന ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KG's ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. അഡോൺ, ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. KG's ജ്വല്ലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്.
അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടിവി സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250-ൽ പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിൽ നിന്നും തമിഴ്നാട് താഴ്ത്തുന്നു. ബേബി ഡാമിന്റെ ബലക്ഷയം വിവാദമായതോടെ അറ്റകുറ്റപ്പണികൾ ലക്ഷ്യമിട്ടാണ് തമിഴ്നാട് ജലനിരപ്പ് താഴ്ത്തുന്നത്. അടിമാലി കരടിപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ ടെക്നോ പാർക്ക് ജീവനക്കാരിയായ യുവതി മരണമടഞ്ഞു. കല്ലൂർക്കാട് പത്തിക്കൽ ഗാസിയെയാണ് മരണമടഞ്ഞത്. എറണാകുളത്ത് നിന്നും മൂന്നാറിലേക്ക് പോവുകയായിരുന്ന ഗാസിയെയും സഹപ്രവർത്തകനും സഞ്ചരിച്ച ബൈക്ക് KSRTC ബസിൽ ഇടിക്കുകയായിരുന്നു. കൈലാസപ്പാറ പരിവർത്തനമെട്ടിലെ അനധികൃത നിർമ്മാണ മേഖലയിൽ റവന്യൂ അധികൃതർ പരിശോധന നടത്തി. നിർമ്മാണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുവാൻ തഹസിൽദാർ നിർദ്ദേശം നൽകി. നിർദ്ദേശം ഇടുക്കിനെറ്റ് വാർത്തകളെ തുടർന്ന്. ഇടുക്കിനെറ്റ് സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയുടെ ഓഡീഷൻ റൗണ്ടുകൾ ആരംഭിച്ചു. CNXN മീഡിയ അണിയിച്ചൊരുക്കുന്ന സ്പോട്ട്ലൈറ്റ് ഓഡീഷൻ റൗണ്ട് കട്ടപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മൂന്നാറിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 100 ലിറ്റർ വിദേശ മദ്യം എക്സൈസ് സംഘം പിടികൂടി. 3 പ്രതികളെ പിടികൂടിയെങ്കിലും 2 പേർ ഓടി രക്ഷപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിൽ നിന്നും തമിഴ്നാട് താഴ്ത്തുവാൻ തുടങ്ങി. ബേബി ഡാമിന്റെ ബലക്ഷയം വിവാദമായതോടെ അറ്റകുറ്റപ്പണികൾ ലക്ഷ്യമിട്ടാണ് തമിഴ്നാട് ജലനിരപ്പ് താഴ്ത്തുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് നിയമസഭയിൽ പ്രമേയം പാസാക്കിയതിന് തൊട്ടുപിന്നാലെയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് താഴ്ത്തുവാൻ തമിഴ്നാട് ശ്രമം തുടങ്ങിയിട്ടുള്ളത്. ബേബി ഡാമിലെ അറ്റകുറ്റപ്പണികൾ ലക്ഷ്യമിട്ട് തന്നെയാണ് തമിഴ്നാട് ജലനിരപ്പ് താഴ്ത്തുന്നത്. ഏതാനും ദിവസങ്ങളായി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴയില്ലാത്തതിനാൽ നീരൊഴുക്കും കുറവാണ്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവിൽ കാര്യമായ കുറവെന്നാൽ വരുത്തിയിട്ടുമില്ല. നവംബർ 21-ന് ജലനിരപ്പ് 142 അടിയിൽ എത്തിച്ചതിന് ശേഷമാണ് തമിഴ്നാട് ജലനിരപ്പ് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത്. അണക്കെട്ടിന് കേരളം വാദിക്കുന്നതുപോലെ ബലക്ഷയമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തമിഴ്നാട് 142 അടിയിൽ ദിവസങ്ങളോളം ജലനിരപ്പ് ഉയർത്തി നിർത്തിയത്. ബേബി ഡാമിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ കണക്കെടുക്കുന്നതിന് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. ജലനിരപ്പ് 136 അടിക്ക് താഴെ എത്തിയാൽ അത് ചെയ്യാമെന്ന് തമിഴ്നാട് സമ്മതിച്ചിട്ടുമുണ്ട്. ജലനിരപ്പ് കുറച്ച് ഈ ജോലികൾ ചെയ്യുന്നതിന്റെ മറവിൽ ബേബി ഡാമിന്റെ അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ കൂടി ചെയ്യാമെന്നാണ് തമിഴ്നാടിന്റെ ലക്ഷ്യം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇന്ന് 135.1 അടിയായി താഴ്ന്നു. 1400 ഏക്കർ വനഭൂമിയാണ് പെരിയാർ ടൈഗർ റിസർവിന് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. നിരവധിയായ ജീവജാലങ്ങൾ നശിച്ചതിനോടൊപ്പം തന്നെ സഞ്ചാരികളുടെ വരവും തേക്കടിയിലേക്ക് കുറഞ്ഞു കഴിഞ്ഞു.
കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 നീണ്ടുനിന്ന തീരദേശവാസികളുടെ ആശങ്കയ്ക്ക് അറുതി വരുത്തിക്കൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിക്കുമ്പോൾ താഴെയായി. തമിഴ്നാട് ജലം അധികമായി കൊണ്ടുപോകുന്നതും വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കുറയാൻ കാരണമായിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 135.1 അടിയായി കുറഞ്ഞു. തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവ് സെക്കൻഡിൽ 1808 ഘനയടി വെള്ളമാണ്. ജലനിരപ്പ് താഴ്ന്നതോടെ വെള്ളത്തിനടിയിലായിരുന്ന പുൽമേടുകളും വനപ്രദേശങ്ങളും വെള്ളം കയറിയത് മൂലം നശിച്ചിരിക്കുന്നു. 1400 ഏക്കർ വനമാണ് 142 അടിയായി ജലനിരപ്പ് ഉയർത്തിയതുമൂലം വെള്ളത്തിനടിയിലായത്. ജലനിരപ്പ് ഉയർന്നതുമൂലം പ്രധാന വിനോദസഞ്ചാര മേഖലയായ തേക്കടിയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിലും കുറവ് വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമിളി. അടിമാലി കരടിപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ ടെക്നോ പാർക്ക് ജീവനക്കാരിയായ യുവതി മരണമടഞ്ഞു. കല്ലൂർക്കാട് പത്തിക്കൽ ഗാസിയയാണ് മരണമടഞ്ഞത്. എറണാകുളത്തു നിന്നും മൂന്നാറിലേക്ക് പോവുകയായിരുന്ന ഗാസിയയും സഹപ്രവർത്തകനും സഞ്ചരിച്ച ബൈക്ക് KSRTCയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 3-ാം മൈൽ കരടിപ്പാറ ഭാഗത്താണ് രാവിലെ 7 മണിയോടെ എറണാകുളത്ത് നിന്ന് മൂന്നാറിന് പോകുകയായിരുന്ന എറണാകുളം സ്വദേശികളുടെ ബൈക്കും KSRTC ബസും കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികയായ കല്ലൂർക്കാട് സ്വദേശി പത്തിക്കൽ ഗാസിയാണ് മരണപ്പെട്ടത്. സഹപ്രവർത്തകനായിരുന്ന മുടിക്കല് സ്വദേശി ബെന്നിയായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. രണ്ടുപേരും ടെക്നോ പാർക്ക് ജീവനക്കാരായിരുന്നു. ബസിന്റെ സൈഡിൽ തട്ടിമറിയുകയും അതിന് പിന്നിലിരുന്ന യാത്രക്കാരിക്ക് തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് പുറകെ വന്നൊരു കാറിൽ കയറി അടിമാലിക്ക് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ ബൈക്കുകാരനെതിരെ വന്ന് അമിത വേഗതയിൽ വന്ന ബൈക്കുകാരൻ ബ്രേക്ക് ചെയ്തോ മറ്റോ ചെയ്തപ്പോൾ ബൈക്കിന്റെ പിറകുവശമാണ് ഞങ്ങളുടെ ബസിന്റെ സൈഡിൽ തട്ടിയത്. ഇതോടെ ദേശീയപാതയോരത്തെ അപകടങ്ങൾ പതിവാകുകയാണ്. അപകടങ്ങൾ തുടർച്ചയായി നടക്കുന്ന ഈ ഭാഗങ്ങളിൽ സിഗ്നൽ ബോർഡുകളോ അപകടങ്ങളെ സൂചിപ്പിക്കുന്ന മറ്റൊരു സംവിധാനങ്ങളോ നിലവിലില്ല. റോഡിന്റെ ഇരുവശങ്ങളിലും മറുവശത്തു നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കാടുകൾ വളർന്നു നിൽക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ അധികൃതരുടെ ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ ഇനിയും ജീവിതങ്ങൾ ഇവിടെ പൊലിഞ്ഞേക്കാം. ഒരാൾ മരിക്കാനിടയായ സാഹചര്യം വളരെ വേദനാജനകവും നിർഭാഗ്യകരവുമാണ്. ഈ അപകടത്തിലേക്ക് വിരൽ ചൂട്ടുന്നത് NH അധികാരികളിൽ കാലാകാലങ്ങളിൽ റോഡ് ഇരുവശത്തുമുള്ള കാടുകൾ വെട്ടാത്തതുമൂലയും അതോടൊപ്പം തന്നെ റോഡിന്റെ അലൈൻമെന്റ് കറക്റ്റാക്കാത്തത് മൂലമാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ NH പതിവായിക്കൊണ്ടിരിക്കുന്നത്. കൈലാസപ്പാറ പരിവർത്തനമെട്ടിലെ അനധികൃത നിർമ്മാണ മേഖലയിൽ റവന്യൂ അധികൃതർ പരിശോധന നടത്തി. നിർമ്മാണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുവാൻ തഹസിൽദാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നെടുങ്കണ്ടം കൈലാസപ്പാറയിലെ മൊട്ടക്കുന്നുകൾ ഇടിച്ചു നിരത്തി റിസോർട്ട് ലോബി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഇടുക്കിനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്നു. വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നത്. മേഖലയിൽ സ്വകാര്യ വ്യക്തിക്ക് താൽക്കാലിക ടെന്റുകൾ നിർമ്മിച്ചിരിക്കുന്ന പ്രദേശത്തെ 4.5 ഏക്കർ പട്ടയഭൂമി കൂടാതെ 11.5 ഏക്കർ പട്ടയഭൂമി കൂടിയുണ്ട്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്ന ഏറിയ പങ്ക് പ്രദേശവും റവന്യൂ ഭൂമിയാണ്. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്ത് സ്വകാര്യ കമ്പനി കുന്നിന് കുറുകെ നിരവധി പാതകൾ തീർത്തിരുന്നു. മേഖലയുടെ ആവാസ വ്യവസ്ഥ തന്നെ തകിടം മറിക്കുന്ന രീതിയിലാണ് നിർമ്മാണം. പുരയിടത്തിൽ റോഡ് നിർമ്മിക്കുന്നതിന് ലഭിച്ച അനുമതിയുടെ മറവിലാണ് നിരവധിയായ റോഡുകൾ തീർത്തിട്ടുള്ളത്. എന്നാൽ RTO മണ്ണ് മാറ്റുന്നതിന് നൽകിയ അനുമതിക്ക് നേരെ വിപരീതമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. 2013 ഡിസംബർ 5 മുതൽ 10 വരെ തീയതിക്കുള്ളിൽ റോഡിന്റെ മണ്ണുപണികൾ പൂർത്തീകരിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ഉത്തരവ് ലഭിച്ച് 1 വർഷത്തോളം സമയമായപ്പോഴാണ് നിർമ്മാണം നടന്നിരിക്കുന്നത്. നിർദ്ദേശത്തിൽ മരങ്ങൾ പിഴുതുകളയുവാൻ പാടില്ല, ജലസ്രോതസ്സുകൾ അടയ്ക്കരുത്, മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടാവുന്ന രീതിയിൽ നിർമ്മാണം പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മേഖലയിലെ നിരവധി മരങ്ങളാണ് ഇവർ പിഴുതുമാറ്റിയിരിക്കുന്നത്. ഇതിനോടൊപ്പം സ്വാഭാവിക നീർച്ചാൽ കെട്ടിയടച്ച് തടയണയും നിർമ്മിച്ചിട്ടുണ്ട്. താഴ്വാരത്തിലെ നിരവധി കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്ന ജലസ്രോതസ്സായിരുന്നു ഇത്. മൊട്ടക്കുന്നുകൾക്ക് കുറുകെ നിരവധി റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നതിനാൽ മണ്ണിടിച്ചിലിനും വൻ സാധ്യതയാണുള്ളത്. വിവിധ വകുപ്പുകളിൽ നിന്ന് ലഭിച്ച ഉത്തരവിന്റെ മറവിൽ വൻ നിർമ്മാണ പ്രവർത്തനമാണ് നടന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞു. കൈലാസപ്പാറയിലെ അനധികൃത നിർമ്മാണം മൂലം നഷ്ടമാകുന്നത് അതീവലോല ആവാസ വ്യവസ്ഥ. ഒബ്സർവേറ്ററി മലനിരകളിലെ പ്രധാന ഇടമായ ഇവിടം വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട പ്രദേശമാണ്. മൂന്നാറിനും തേക്കടിക്കുമൊപ്പം ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച പ്രദേശമാണ് നെടുങ്കണ്ടത്തെ ഒബ്സർവേറ്ററി മലനിരകൾ. മേഖലയുടെ പ്രാധാന്യം മനസ്സിലാക്കി സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുവാൻ വിനോദസഞ്ചാര വകുപ്പിന് സാധിച്ചില്ലെങ്കിലും ആകാശക്കാഴ്ചകൾ ഉൾപ്പെടെ നിരവധി സാധ്യതകളാണ് ഇവിടെയുള്ളത്. ഏഷ്യയിൽ തന്നെ ഏറ്റവുമധികം ആകാശക്കാഴ്ച ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഒബ്സർവേറ്ററി മലനിരകൾ. ഇവയിൽ ഏറ്റവും പ്രധാനം കൈലാസപ്പാറ പരിവർത്തനമേട് മലകളാണ്. തെളിഞ്ഞ ആകാശമുള്ള രാത്രിയിൽ ചൊവ്വയും വ്യാഴവും അടക്കമുള്ള ആകാശഗോളങ്ങളും നിരവധി നക്ഷത്ര സമൂഹങ്ങളെയും വ്യക്തമായി ഇവിടെ നിന്നും കാണാൻ കഴിയും.
പകൽ സമയങ്ങളിൽ ആനമുടിമല മുതൽ ശബരിമല നിരകൾ വരെയുള്ള പശ്ചിമഘട്ട കാഴ്ചയും ഇവിടെ നിന്നും ലഭ്യമാണ്. പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും വിസ്തൃതമായ കാഴ്ച ലഭ്യമാകുന്ന പ്രദേശവും ഇതുതന്നെ. മലമുകളിൽ നിന്നും രണ്ടു വശത്തേക്കും വിദൂര കാഴ്ചകൾ ലഭ്യമാകും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ട്രെക്കിങ്ങിന് വളരെ അനുയോജ്യമായ പ്രദേശമാണിത്. കുമളി മൂന്നാർ സംസ്ഥാന പാതയോട് ചേർന്ന് നെടുങ്കണ്ടം ടൌണിനടുത്തുമായി സ്ഥിതി ചെയ്യുന്നതിനാൽ വൻ വികസന സാധ്യതയുമുണ്ട്. മേഖലയിലെ പുൽമേട് നിരവധി അപൂർവ സസ്യജന്തുജാലങ്ങളുടെ ആവാസകേന്ദ്രം കൂടിയാണ്. ഉറുമ്പുകളെയും ചെറുപ്രാണികളെയും ആഹാരമാക്കുന്ന ഡ്രോസീറ എന്ന ഇരപിടിയൻ സസ്യം ഇവിടെ ധാരാളമായി കണ്ടുവരുന്നു. ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന പശയിൽ ഒട്ടിപ്പിടിക്കുന്ന ജീവികളെയാണ് ഇവ ആഹാരമാക്കുന്നത്. കൈലാസപ്പാറ മലനിരകളിലെ നീർച്ചാലിന് സമീപമാണ് ഇവയെ കണ്ടുവരുന്നത്. എന്നാൽ തോട് കെട്ടി തടയണ നിർമ്മിച്ചതോടെ ഇവയുടെ ആവാസ വ്യവസ്ഥ താളം തെറ്റിയിരിക്കുന്നു. ഡ്രോസീറയ്ക്കൊപ്പം നനവുള്ള പാറയിൽ പറ്റിപ്പിടിച്ചു വളരുന്ന നിരവധി സസ്യങ്ങളും ചെങ്കീരി, മുള്ളൻ തുടങ്ങിയ ജീവികളും ഇവിടുത്തെ കുറ്റിക്കാടുകളിലും മറ്റുമായി കാണപ്പെടുന്നുണ്ട്. സ്വാഭാവിക ആവാസ വ്യവസ്ഥിതി തകർക്കുന്ന തരത്തിലുള്ള നിർമ്മാണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇടുക്കിനെറ്റ് സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയുടെ ഓഡീഷൻ റൌണ്ടുകൾ ആരംഭിച്ചു. CNXN മീഡിയ അണിയിച്ചൊരുക്കുന്ന സ്പോട്ട്ലൈറ്റ് ഓഡീഷൻ റൌണ്ട് കട്ടപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമുക്കേറെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു ചരിത്ര നിമിഷമാണിത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കട്ടപ്പനയിൽ ഇത്തരത്തിലൊരു അവസരം അതുണ്ടാക്കിയതിൽ തീർച്ചയായിട്ടും എൻ്റെ ഭാരവാഹികളെ, പ്രത്യേകിച്ച് നെക്സനെയും സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു. നമുക്കറിയാം, പലപ്പോഴും നമുക്ക് അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കലാവാസനകൾ പ്രകടിപ്പിക്കുന്നതിനും കുഞ്ഞുങ്ങളുടെ സർഗവാസനകൾ നമുക്ക് ഉയർത്തി കാണിക്കാനും കഴിയാതെ പോകുന്നത്. മറ്റ് നിലവാരമുള്ള വേദികളോടൊപ്പം ഒക്കെ മത്സരിക്കുവാനും അവിടെയൊക്കെ പങ്കെടുക്കുവാനും പാർട്ടിസിപ്പേറ്റ് അവസരങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനുള്ള പരിശീലനവും അവസരങ്ങൾ കൊടുക്കണം. അപ്പം അത് ഇവിടെ ഉണ്ടാവുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകമായൊരു കാര്യം. കേരള വിഷൻ ഇടുക്കി നെറ്റും CNXN മീഡിയയും സംയുക്തമായാണ് പ്രാദേശിക കലാകാരന്മാരുടെ കഴിവുകൾ പുറത്തുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സ്പോട്ട്ലൈറ്റ് എന്ന റിയാലിറ്റി ഷോ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 9 മുതൽ 24 വയസ്സുവരെ പ്രായമുള്ളവരുടെ നൃത്തത്തിലും സംഗീതത്തിലുമുള്ള പരിജ്ഞാനമാണ് സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയിൽ മാറ്റുരയ്ക്കുന്നത്. ആദ്യ ഓഡിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി അധ്യക്ഷയായിരുന്നു. CNXN മാനേജിംഗ് ഡയറക്ടറും ഏഷ്യാനെറ്റ് കുവൈറ്റ് പ്രതിനിധിയുമായ നിക്സൺ ജോർജ്, ഇടുക്കി നെറ്റ് ന്യൂസ് ചീഫ് അനിൽ കെ ശിവറാം, CNXN ഡയറക്ടർ ഷാജി കോട്ടയങ്കട, ഇടുക്കി നെറ്റ് പ്രോഗ്രാം ഡയറക്ടർ S സൂര്യലാൽ, ജിതിൻ കോട്ടയങ്കട തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ജില്ലയിലെ കലാപ്രതിഭകൾക്ക് കഴിവ് തെളിയിക്കുവാനുള്ള അവസരമൊരുക്കുകയാണ് CNXN മീഡിയയും ഇടുക്കി നെറ്റും. ആകർഷകമായ സമ്മാനങ്ങളാണ് സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയിലൂടെ വിജയികളെ കാത്തിരിക്കുന്നത്. ജില്ലയിലെ കലാകാരന്മാർക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കാൻ അല്ലെങ്കിൽ ലോകത്തെ അറിയിക്കാൻ മാർഗങ്ങളധികം ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇടുക്കി നെറ്റ് വിഷനും CNXN മീഡിയയും ചേർന്ന് സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോ നടത്തുന്നത്. ഏഷ്യാനെറ്റ്, സൂര്യ പോലുള്ള ചാനലുകൾ റിയാലിറ്റി ഷോകൾ നടത്തുന്നുണ്ടെങ്കിലും യാത്രാ ബുദ്ധിമുട്ടടക്കമുള്ള വിവിധ പ്രതികൂല സാഹചര്യങ്ങളാൽ പലർക്കും പങ്കെടുക്കുവാൻ സാധിക്കാറില്ല. ഈ അവസരത്തിലാണ് സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോ വ്യത്യസ്തമാകുന്നത്. സ്റ്റാർ സിംഗർ, D4 ഡാൻസ് തുടങ്ങി പല റിയാലിറ്റി ഷോകൾ എടുത്താലും ഇടുക്കി ജില്ലയിൽ നിന്നുള്ളവരുടെ അഭാവം കാണാൻ സാധിക്കും. കഴിവുണ്ടെങ്കിലും ദൂരക്കൂടുതൽ പോലെയുള്ള സാഹചര്യങ്ങളാവും കലാകാരന്മാരെ അകറ്റി നിർത്തുന്നത്. ഈ കുറവുകൾ ഇല്ലാതെയാണ് സ്പോട്ട്ലൈറ്റ് എത്തുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്നും നിരവധി കലാകാരന്മാരെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയ്ക്കുള്ളതെന്ന് CNXN മാനേജിംഗ് ഡയറക്ടർ നിക്സൺ ജോർജും ഇടുക്കി നെറ്റ് വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജാൻസി ബേബിയും പറഞ്ഞു. വളരെ അവശത അനുഭവിക്കുന്നവർ, അല്ലെ എത്തിപ്പെടാൻ പറ്റാത്ത കലാകാരന്മാർ, അവരുടെ മക്കളും അവരെയൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാനും അങ്ങനെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ ഇട്ടത്. ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുക, നല്ല കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ നമുക്കിടയിൽ പഴയ നന്നായിട്ട് പാടിയിരുന്നവരും അല്ല പല മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാർ, അപശകലാകാരന്മാരും നമ്മൾ പറയും, ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഇതിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനും അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പ്രാദേശികമായ കുട്ടികളെ അവരുടെ കഴിവുകൾ, ഡാൻസിലും പാട്ടിലുമുള്ള അവരുടെ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി കേരള വിഷൻ ഇടുക്കി നെറ്റും അതുപോലെ CNXN മീഡിയയും കൂടി സംയുക്തമായിട്ട് ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഇവിടെ നമുക്കറിയാം, ഏഷ്യാനെറ്റ് അതുപോലെയുള്ള വലിയ ചാനലുകളിൽ നമ്മുടെ പ്രാദേശികമായ കുട്ടികൾക്ക് ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ലഭിക്കാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ അവിടെയൊക്കെ വളരെയധികം തിരക്കുകളും
വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന കുട്ടികളുമാണ് ഇവിടെ പങ്കെടുക്കാൻ എത്തുന്നത്. അവർക്ക് നമ്മുടെ പ്രാദേശികമായ കുട്ടികൾക്കുള്ള അവസരം ലഭിക്കുക എന്നതിനേക്കാൾ അവിടെയുള്ള കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നത്. അപ്പം നമ്മുടെ പ്രാദേശികമായിട്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഓഡിഷനാണ്. ഇത് നമ്മൾ എവിടെയും കൂടി നിർത്തുവല്ല, നമ്മളിത് മുന്നോട്ട് ഈ കുട്ടികളുടെ കഴിവുകൾ വളരെയധികം ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഇതിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. 9 വയസ്സ് മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ള നൃത്തത്തിലും സംഗീതത്തിലും താല്പര്യമുള്ള മത്സരാർത്ഥികൾക്കാണ് സ്പോട്ട്ലൈറ്റ് അവസരമൊരുക്കുന്നത്. സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയുടെ ആദ്യ ഓഡിഷൻ അരങ്ങേറിയത് നൃത്ത മത്സരങ്ങളിലായിരുന്നു. മത്സരങ്ങൾ ഏറെ മികവ് പുലർത്തിയതായി വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടു. ഇടുക്കി ജില്ലയിൽ നിന്നും മികച്ച കലാപ്രതിഭകൾ ഉയർന്നു വരേണ്ടതായി ഉണ്ടെന്നും ഇടുക്കി നെറ്റും CNXN മീഡിയയും ഇത്തരക്കാർക്ക് മികച്ച അവസരമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോ വിധികർത്താവും ഗായികയുമായ അശ്വതി പറഞ്ഞു. നമ്മുടെ ഹൈറേഞ്ചിനെ സംബന്ധിച്ച് കലാരംഗത്ത് CNXN ചാനൽ ഇങ്ങനൊരു അവസരം കൊടുത്തേക്കുന്ന വലിയൊരു ചാൻസാണിത്. പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ നമ്മുടെ കലാരംഗത്ത് ഒരുപാട് പിന്നോക്കമാണ്. നമുക്കറിയാം, ഇപ്പോൾ മാധ്യമരംഗത്ത് ശ്രദ്ധിച്ചാൽ ഏഷ്യാനെറ്റ്, സൂര്യ TV പോലെയുള്ള ചാനലുകൾ റിയാലിറ്റി ഷോസിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് പരിപാടികൾ ഒരുപാട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ചാനൽ ഇങ്ങനൊരു അവസരം കൊടുത്ത് വലിയൊരു നല്ല കാര്യമാണ്. നൃത്ത മത്സരങ്ങൾ എല്ലാം തന്നെ സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയുടെ ആദ്യ ഓഡിഷനിൽ ഏറെ മികവ് പുലർത്തുകയും ചെയ്തു. പാട്ടൊന്ന് പാടാം, പാട്ടിൻ്റെ ഇണം നീയാണ്. അത് കേൾക്കത്താനാസൈ പുല്ലിരിയും ഓസൈ, അത് കേൾക്കത്താനാസൈ. സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയുടെ ആദ്യ ഓഡീഷനിൽ ആദ്യ മത്സരാർത്ഥി കുമളി സ്വദേശിനി സനുജ ജാഫർ ആയിരുന്നു. കുമളി സെന്റ് തോമസ് HSSലെ വിദ്യാർത്ഥിനിയായ സനുജ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കുമളി വെള്ളാരംകുന്ന് പാത്രക്കടയിൽ ജാസ്മിൻ ജാഫർ ദമ്പതികളുടെ ഏക മകളാണ് സനുജ. നിരവധി വേദികളിൽ നൃത്തം ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഈ 9 വയസ്സുകാരി ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. ആദ്യ മത്സരാർത്ഥി എന്ന ഭയമൊന്നുമില്ലാതെയാണ് ഈ കൊച്ചുമിടുക്കി മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. കെന്നഡി എന്ന അധ്യാപകന്റെ കീഴിൽ 1 വർഷം നൃത്തം അഭ്യസിച്ചിട്ടുള്ള സനുജയുടെ ഇപ്പോഴത്തെ ഗുരു വെള്ളാരംകുന്ന് സ്വദേശിനി മിനിയാണ്. മൂന്നാറിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 100 ലിറ്റർ വിദേശ മദ്യം എക്സൈസ് സംഘം പിടികൂടി. 3 പ്രതികളെ പിടികൂടിയെങ്കിലും 2 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിദേശമദ്യം എന്ന വ്യാജേന വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന 100 ലിറ്റർ സ്പിരിറ്റാണ് മൂന്നാർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. 3 പ്രതികൾ പിടിയിലായി, 2 പേർ ഓടി രക്ഷപ്പെട്ടു. KDHP എല്ലപ്പെട്ടി എസ്റ്റേറ്റ് KK ഡിവിഷനിൽ താമസക്കാരനായ S അജിത്ത്, M രമേശ്, P ശ്രീധരൻ എന്നിവരാണ് ഓടി രക്ഷപ്പെട്ടത്. സ്പിരിറ്റിൽ നിറം ചേർത്തി വിദേശമദ്യമെന്ന ലേബലിൽ വിറ്റഴിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം എല്ലപ്പെട്ടിയിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് മദ്യവുമായി സംഘം ഓട്ടോറിക്ഷയിലെത്തിയത്. ഓട്ടോറിക്ഷയ്ക്ക് എക്സ്കോട്ടായി ബൈക്കിൽ 2 പേർ മുന്നിലുണ്ടായിരുന്നു. എക്സൈസ് സംഘത്തെ കണ്ടതോടെ ഇവർ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. 1 ലിറ്റർ വീതം 100 കുപ്പികളിലാക്കിയായിരുന്നു മദ്യക്കടത്ത്. തോട്ടം മേഖലയിൽ എത്തിക്കുന്ന സ്പിരിറ്റ് നിറം ചേർത്ത വിദേശമദ്യമെന്ന വ്യാജേന തോട്ടം തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തിവരികയായിരുന്നു സംഘം. മൂന്നാർ തോട്ടം മേഖല വ്യാജമദ്യ സ്പിരിറ്റ് ഒരു കച്ചവടമുള്ള മേഖലയായിട്ട് പണ്ടുമുതലേ പരാതിയുള്ളതാണ്. അതേ തുടർന്ന് ഓരോ പ്രാവശ്യം പരാതി വരുമ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായ രീതി നടത്തി നമ്മൾ കേസെടുക്കുകയും അങ്ങനെ ഈ മേഖല ശാന്തമാകുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷവും ഈ മേഖല ഇതുപോലെ വിപുലമായ രീതി നടത്തി ധാരാളം കേസെടുക്കുകയും അങ്ങനെ ഈ മേഖല ഒരു ശാന്തമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കെ വീണ്ടും ഈ ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങൾ, റിക്കാർഡ് തുടങ്ങിയ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഈ മേഖലയിൽ വീണ്ടും വ്യാജമദ്യ വിൽപ്പന തുടങ്ങാൻ സാധ്യതയുണ്ട് എന്ന് ഒരു രഹസ്യ ഇന്റലിജൻസ് ഞങ്ങൾ ഈ മേഖലയിൽ രജിസ്ട്രേഷൻ നടത്തി വരികയായിരുന്നു. അതായത് തോട്ടം മേഖലയിൽ പല ഭാഗങ്ങളും നമ്മൾ രജിസ്റ്റർ അന്വേഷിക്കുകയും അങ്ങനെ കുണ്ടൂർ സാവന്റെ ഭാഗത്ത് ഈ വ്യാജമദ്യ വിൽപ്പനക്കാരെ വരുന്നുണ്ടെന്നും അവരവിടുന്ന് സാധനം പലർത്തേക്കായിട്ട് വിതരണം ചെയ്യുന്നുണ്ടെന്ന് രജിസ്ട്രേഷൻ കിട്ടി. അതേ തുടർന്ന് ഞങ്ങൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഈ ഭാഗത്ത് രജിസ്ട്രേഷൻ നടത്തി ഞങ്ങൾ
ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പ്രിവന്റീവ് ഓഫീസർ KU സണ്ണി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബിജു, നിബു, നെൽസൺ, അഷ്റഫ്, ദിനേശൻ എന്നിവരും എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം KSRTC എംപ്ലോയീസ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കട്ടപ്പന KSRTC ബസ് ഡിപ്പോയ്ക്ക് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങി. വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledda Textiles, Main Road, Kattapana. Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ വിളിച്ചു പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീ നോക്കിയല്ലോ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ എനിക്കുള്ള കിടുക്ക് ഡ്രസ്സ് കൊണ്ട് നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയോടാ അത്. നല്ല കളക്ഷനാ. പെട്രോ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിങ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കട്ടപ്പന KSRTC ബസ് ഡിപ്പോയ്ക്ക് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. ഡിസംബർ 1 മുതൽ CITU സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല രാപ്പകൽ സത്യാഗ്രഹം ആരംഭിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് കട്ടപ്പനയിലും സത്യാഗ്രഹം തുടങ്ങിയത്. KSRTC എംപ്ലോയീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 1 മുതൽ അനിശ്ചിതകാല രാപ്പകൽ സെക്രട്ടേറിയറ്റ് സത്യാഗ്രഹം നടക്കുന്നതിന്റെ ഭാഗമായി കട്ടപ്പന KSRTC ബസ് ഡിപ്പോയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയെ തകർക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ KSRTCയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ഡിസംബർ മാസം 1 മുതൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം നടന്നു വരികയാണ്.
KSRTCയെ പൊതുമേഖലയിൽ സംരക്ഷിക്കുക, പുനരുദ്ധാരണ പാക്കേജ് യൂണിയനുകളുടെ നിർദ്ദേശം ചർച്ച ചെയ്ത് നടപ്പിലാക്കുക, സൂപ്പർ ക്ലാസ് പെർമിറ്റ് 17/7/2014 ഉത്തരവ് പ്രകാരം റദ്ദാക്കുക, ഇത് സംബന്ധിച്ചുള്ള കോടതി വിധി നടപ്പാക്കുക, പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി വിതരണം ചെയ്യുക, എല്ലാ മാസവും നിശ്ചിത ദിവസം പെൻഷൻ നൽകുക, NDR തുക മുഴുവനും അടച്ചു തീർക്കുക, തുക വകമാറ്റി ചെലവാക്കാതിരിക്കുക, എംപാനൽ വേതനം വർദ്ധിപ്പിക്കുക, എൻഡം കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ട്രാൻസ്പോർട്ട് ഫേമിനിൽ പ്രവർത്തിപ്പിക്കുക, ശബരിമല സ്പെഷ്യൽ സർവീസ് കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹം നടക്കുന്നത്. സത്യാഗ്രഹത്തിൽ CITUവിന്റെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഗ്ലോബൽ സർക്കസിന് കട്ടപ്പനയിൽ തുടക്കമായി. കട്ടപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി സർക്കസ് ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ സർക്കസ് കട്ടപ്പന ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിലാണ് ആരംഭിച്ചിരിക്കുന്നത്. റഷ്യൻ കലാകാരികളടക്കം പങ്കെടുക്കുന്ന സർക്കസിൽ കാണികളെ അത്ഭുതപ്പെടുത്തുകയും ആകാംക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PV ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രവത ശിവരാജൻ, മനോജം തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിശിഷ്ടാതിഥികൾക്കായി സൌജന്യ പ്രദർശനവും അരങ്ങേറി. ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുവാൻ നിർധന യുവാവ് സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു. അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ് ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്വരാജ് സ്വദേശി ധനേഷ് അപ്പുക്കുട്ടനാണ് കാരുണ്യത്തിനായി കാത്തിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പാണ് JCB തൊഴിലാളിയായ ധനീഷ് പാലായിൽ വെച്ച് ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. തുടർന്ന് വർഷങ്ങളായി ഇയാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. വർഷങ്ങൾക്ക് നീണ്ട ചികിത്സയ്ക്ക് ശേഷം ധനീഷ് ജീവിതത്തിലേക്ക് മടങ്ങിവന്ന് JCB തൊഴിൽ വീണ്ടും ഏറ്റെടുത്തു. 1 മാസം മുമ്പ് തലയോലപ്പറമ്പിൽ വെച്ച് JCB ഉപയോഗിച്ച് തെങ്ങുമറിക്കുന്നതിനിടയിൽ തേങ്ങ തലയിൽ വീണ് പരിക്കേറ്റത്. തുടർന്ന് പരിക്ക് കാര്യമായി എടുക്കാതെ 2 ദിവസത്തെ വിശ്രമത്തിന് ശേഷം ജോലിയിൽ പ്രവേശിച്ചു. 15 ദിവസങ്ങൾക്ക് മുമ്പ് കലശലായ തലവേദന മൂലം ബോധം നഷ്ടപ്പെട്ട ധനീഷിനെ സുഹൃത്തുക്കളാണ് വൈക്കത്തെ ഇന്ത്യൻ അമേരിക്കൻ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ തലയോട്ടിക്ക് ഗുരുതരമായ 4 പൊട്ടലുകൾ കണ്ടെത്തി. തുടർന്ന് ചികിത്സയ്ക്കുള്ള ചിലവുകൾ അന്വേഷിച്ചപ്പോൾ 10 ലക്ഷത്തിലേറെ പണം ചിലവാകുമെന്ന് അറിയാൻ സാധിച്ചു. ഭാര്യയും 2 വയസ്സുള്ള കുട്ടിയുമുള്ള ധനീഷിന്റെ ചിലവിനായി പിതാവാണ് ഇപ്പോൾ സുമനസ്സുകളുടെ വിലയേറിയ സഹായം പ്രതീക്ഷിക്കുന്നത്. 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ ഓപ്പറേഷൻ, തല ഓപ്പറേഷത്തിന് അവൻ്റെ ഒരു ചെറിയ വരുമാനം കൊണ്ടാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 6 മാസക്കാലമായിട്ട് അത് നിന്നുപോയി. പെണ്ണ് ധനേഷ് എന്ന് പറഞ്ഞിരുന്ന പെണ്ണ് കെട്ടി 3 മാസം പ്രായമുള്ള കൊച്ചുകൊണ്ട് ഞാനാണ് വീടാങ്ങനാണ്, കൂലിപ്പണിക്കൊന്നും പോകത്തില്ല. എൻ്റെ കുടുംബവും അസുഖക്കാരിയാണ്. അങ്ങനെ ഈ പൈസ നാട്ടുകാരിൽ നിന്നും എൻ്റെ ഒരു എളിയ സഹോദരൻ്റെ കണക്ക് കൂട്ടി നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഏകദേശം 10,000 രൂപയെടുത്ത് ദിവസവും ചിലവ് വരുന്നതായി പിതാവ് പറമ്പുങ്കൽ അപ്പുക്കുട്ടൻ പറയുന്നു. താൽക്കാലിക ചിലവിനായി നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് സമാഹരിച്ച തുച്ഛമായ തുകയിലാണ് ഇപ്പോൾ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ആ കിടത്തി അടയ്ക്കണമെങ്കിൽ 10 ലക്ഷം രൂപയാണ് അവർ ഹോസ്പിറ്റലിൽ എഴുതി കൊടുത്തേക്കുന്നത്. എൻ്റെ ചിലവ് വേറെയും വരും. ഈ ചെറിയ ഗ്രാമത്തിലേക്ക് ജോലിയപ്പോൾ ഞങ്ങളെല്ലാം കൂട്ടുകാരെല്ലാം കൂടെ കൂടി ചെറിയൊരു എമൗണ്ട് നാട്ടുകാരെ എല്ലാം കൂടെ കുറച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. അവസ്ഥ കണ്ടറിഞ്ഞ് സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ധനീഷിന്റെ മാതാവിന്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 422020103238. അഡ്രസ് ഓമന അപ്പുക്കുട്ടൻ, യൂണിയൻ ബാങ്ക്, മാട്ടുകെട്ട. ആരെങ്കിലും തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ധനീഷ്. ബിബിൻ ജോയി, ഇടുക്കി നെറ്റ് ന്യൂസ്, ഉപ്പുതറ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തെ തുടർന്ന് CPIM നേതാവ് ഭാര്യ സഹോദരനെ ഭീഷണിപ്പെടുത്തിയതായി പരാതി. മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ നേതാവാണ് ഭീഷണി മുഴക്കിയതെന്ന് പരാതിക്കാർ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്റെ സഹോദരൻ വീട്ടിൽ ഭർത്താവായിട്ട് ചെറിയ വിഷയം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഭർത്താവിന്റെ സുഹൃത്താണ് CV വർഗീസ്, ഇവിടെ CPMന്റെ നേതാവ്. അപ്പോൾ പുള്ളി നമ്മളോട് ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പം ഇങ്ങനെ നമ്മൾ പെങ്ങളെ എൻ്റെ അനിയും മരിച്ചെൻ്റെ ആണ്ടായിരുന്നു. അപ്പം ആട്ടിന് നമ്മൾ പള്ളിയിലേക്ക് നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഭർത്താവിനെ ചോദിച്ചു. എന്നാൽ ഭർത്താവ് സമ്മതിക്കില്ല. എന്നിട്ട് ഞാൻ ചെന്ന് പെങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നു. പെങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ പുള്ളിക്കാരൻ എന്നെ വിളിച്ച് പറഞ്ഞു, നീ ഞാൻ പെങ്ങളെ മക്കളെ ഞാൻ മക്കളെ മകളെ നിന്നെ അവിടെ ഇവിടെ അരിഞ്ഞ് കാലുവിട്ടുകളെന്ന് പറഞ്ഞു.
തന്റെ മകനെതിരെ വധഭീഷണി മുഴക്കിയെന്നാരോപിച്ച് പടമുഖം താമരക്കാട്ട് വീട്ടിൽ വർക്കി മരുമകൻ ഇലവുങ്കൽ ഷൈജു മാനുവലിനെതിരെയും സിപിഎം നേതാവ് സി വി വർഗീസിനെതിരെയും ഇടുക്കി എസ്പിക്ക് പരാതി നൽകി. തന്റെ മകളെ 9 വർഷം മുൻപ് വിവാഹം ചെയ്ത തങ്കമണി സ്വദേശി ഷൈജു മാനുവൽ മകളെ നിരന്തരമായി പീഡിപ്പിക്കുകയാണെന്നാണ് താമരക്കാട്ട് വർക്കി ആരോപിക്കുന്നത്. വർക്കിയുടെ ഇളയ മകന്റെ ചരമവാർഷികത്തിന് മകളെയും കുട്ടികളെയും വർക്കിയുടെ മറ്റൊരു മകനായ ഷിൽജൻ ജോർജ് കൂട്ടിക്കൊണ്ടുവന്നതാണ് പ്രശ്നത്തിന് തുടക്കം. ഇതോടെ ഷിൽജനെ വിളിച്ച് ഷൈജു വധഭീഷണി മുഴക്കിയെന്നാണ് പരാതി. തുടർന്ന് 29-ാം തീയതി വൈകിട്ട് സി വി വർഗീസ് ഷിൽജനെ മധ്യസ്ഥ ചർച്ചയ്ക്കായി വിളിച്ചിരുന്നു. ഇതിനിടയിൽ വർഗീസും വധഭീഷണി മുഴക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി വർക്കിയുടെ പരാതിയിൽ പറയുന്നു. തങ്കമണി സ്വദേശി താമരക്കാട്ട് വർക്കിയും മകൻ ഷിൽജനുമാണ് പോലീസിന് പരാതി നൽകിയത്. ബി.ജെ.പി. നേതാക്കളുടെ ഒത്താശയോടെ ആസൂത്രിതമായി നടത്തുന്ന വ്യക്തിഹത്യാ ശ്രമമാണ് തനിക്കെതിരെയുള്ള പരാതിയെന്ന് സിപിഐഎം നേതാവ് സി വി വർഗീസ് വാർത്താസമ്മേളനത്തിൽ മറുപടി പറഞ്ഞു. ആസൂത്രിതമായി സിപിഎമ്മിന്റെ പ്രവർത്തകൻ എന്ന രൂപത്തിൽ എന്നെ വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടി ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഈ ഷിൽജന്റെ എന്ന് പറയുന്ന ആളിന്റെ പെങ്ങളെ വിവാഹം കഴിച്ചിരിക്കുന്ന തങ്കമണിയിലാണ്. ഇവർ തമ്മിൽ ഷൈജു എന്ന് പറയുന്ന വിവാഹം കഴിച്ചിരിക്കുന്നയാളും ഈ ഷിൽജന്റെ സഹോദരി എന്ന് പറയുന്ന കുട്ടിയുമായി ഒരു 8 വർഷം മുമ്പ് ഇവർ തമ്മിൽ കുടുംബ പ്രശ്നം ഉണ്ടാവുകയും ഈ വർക്കിച്ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മകളുമായി ഇങ്ങനെ ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇരു കക്ഷികളെയും വിളിച്ച് കൂട്ടിയിരുത്തി സംസാരിച്ച് മധ്യസ്ഥം പറഞ്ഞ് ഇവരുടെ കുടുംബജീവിതം നല്ല നിലയിൽ പൊക്കൊണ്ടിരുന്നതാണ്. പിന്നെ അവിടെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തനം എന്ന രൂപത്തിൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ 12ാമത് കായികമേള നടന്നു. റിട്ടയർഡ് വ്യോമസേനാ ഉദ്യോഗസ്ഥൻ എ.ജെ. തോമസ് മേള ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിലെ 12ാമത് സ്പോർട്സ് മീറ്റാണ് ഇന്ന് നടന്നത്. രാവിലെ ബാൻഡ് മേളത്തിന്റെയും മാസ് ഡ്രില്ലിന്റെയും അകമ്പടിയോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. വിവിധ ഗ്രൂപ്പുകളുടെ മാർച്ച് പാസ്റ്റ് മത്സരങ്ങളിൽ റിട്ടയർഡ് വ്യോമസേനാ ഉദ്യോഗസ്ഥൻ ജോസഫ് അലക്സാണ്ടർ സല്യൂട്ട് സ്വീകരിച്ചു. ഇടുക്കി ജില്ലാ എക്സ് സർവീസ് ലീഗ് സെക്രട്ടറി എ.ജെ. തോമസ് മുഖ്യാതിഥിയായിരുന്നു. മാതൃരാജ്യത്തിനു വേണ്ടി അദ്ദേഹം ഉൾപ്പെട്ട സൈനികർ ചെയ്ത സേവനങ്ങൾ വിശദീകരിച്ചത് കുട്ടികൾക്ക് പ്രചോദനമേകി. ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ ബാഡ്മിന്റൺ, നീന്തൽ എന്നിവയിലും അത്ലറ്റിക് ഇനത്തിലും കുട്ടികൾ വിവിധ ഗ്രൂപ്പുകളായി പങ്കെടുത്ത് മത്സരങ്ങൾ ആവേശോജ്വലമാക്കി. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലക്കൽ അധ്യക്ഷനായിരുന്നു. വ്യക്തിത്വ വികസനവും കായികക്ഷമതയുമുള്ള തലമുറയെ വാർത്തെടുക്കുകയാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. കായിക മത്സരങ്ങളിലൂടെ പക്വതയിലേക്ക് വളരാനായിട്ട്, ശാരീരികമായ വളർച്ചയുടെ പക്വതയിലെത്താനായിട്ട് ഒരു പരിശ്രമമാണ് നടക്കുക. ഓരോ ദിവസത്തെയും കായിക അഭ്യാസനത്തിലൂടെ, കായിക പരിശീലനത്തിലൂടെ കൂടുതൽ പക്വതയാർന്ന വ്യക്തിത്വങ്ങളായി തീരാനായിട്ട് ഓരോ വിദ്യാർത്ഥിയും പരിശീലിക്കപ്പെടുകയാണ്. കരുത്തുറ്റ മനസ്സിനും മികവാർന്ന പ്രവർത്തനങ്ങൾക്കും പിന്നിൽ ഊർജ്ജമുള്ള ഒരു ശരീരം ഉണ്ടാവണമെന്നും ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ കൂട്ടിച്ചേർത്തു. മത്സരങ്ങൾക്ക് പ്രിൻസിപ്പാൾ മാത്യു അഗസ്റ്റിൻ, കായികാധ്യാപിക സ്വപ്ന കെ.ജെ, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നരിയമ്പാറ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവം നടന്നു. 11,111 വിളക്കുകൾ തെളിച്ചത് ഭക്തരിൽ നിർവൃതിയായി. പ്രശസ്ത സിനിമാ സീരിയൽ താരം അമ്പിളി ദേവിയാണ് കാർത്തിക ദീപം പകർന്നത്. ഹൈറേഞ്ചിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ പൊങ്കാലയിട്ട് ആയിരങ്ങൾ സായുജ്യമടഞ്ഞു. ക്ഷേത്രത്തിലെ മുഖ്യ വഴിപാടായ പൊങ്കാലയർപ്പിക്കുവാൻ സ്ത്രീകളും കുട്ടികളുമടക്കം 1000-ലധികം ഭക്തരാണ് എത്തിയത്. ക്ഷേത്ര മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി, ക്ഷേത്രം തന്ത്രി പറമ്പൂർ ത്രിവിക്രമൻ നാരായണൻ ഭട്ടതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പൊങ്കാല അർപ്പിച്ച ശേഷം ഉച്ചയ്ക്ക് 12-ന് മഹാപ്രസാദയൂട്ട് നടന്നു. വൈകിട്ട് വിശേഷാൽ ദീപാരാധനയ്ക്ക് മുന്നോടിയായി 11,111 ദീപം തെളിക്കുന്ന കാർത്തിക വിളക്കിന് ചലച്ചിത്ര താരം അമ്പിളി ദേവി ആദ്യ ദീപം പകർന്നു. ഈ പ്രദേശത്ത് മാത്രമല്ല കേരളം മുഴുവൻ അറിയപ്പെടുന്ന നല്ലൊരു ക്ഷേത്രമായി ഇത് മാറുന്നു. ഇപ്പൊ തന്നെ വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ കണ്ണിനൊക്കെ നല്ലൊരു കുളിർമ തോന്നുക. ഇന്ന് ഭംഗിയാ കാണാൻ. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ കെ തങ്കപ്പൻ, സജി ഗോപാലൻ, സുരേഷ് ബാബു, ബിനോജ് പുളിക്കൽ, കെ ബാബു, അനീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ.
സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന. സ്വർണം പവന് 19,720 രൂപ വില ഇന്ന് രേഖപ്പെടുത്തി. 1 ഗ്രാം സ്വർണത്തിന് 2,465 രൂപയാണ് വില. വെള്ളി ഗ്രാമിന് 39 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ് കട്ടപ്പന. കമ്പോള വാർത്തകൾ. ഏലം ഇന്ന് കൂടിയ വില വിപണിയിൽ 750 രൂപ രേഖപ്പെടുത്തി. കുറഞ്ഞ വില 700 ആണ്. കുരുമുളക് കിലോഗ്രാമിന് 670 രൂപ. കാപ്പി 135 രൂപ. റബ്ബർ 112 രൂപ. ഗ്രാമ്പൂവിന് 1000 രൂപയാണ് വില. കൊക്കോയ്ക്ക് കിലോഗ്രാമിന് 55 രൂപ വില രേഖപ്പെടുത്തി. ജാതി 300 രൂപ. ജാതിപത്രി കൂടിയ വില 1000-ഉം കുറഞ്ഞ വില 750-ഉമാണ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിൽ നിന്നും തമിഴ്നാട് താഴ്ത്തുന്നു. ബേബി ഡാമിന്റെ ബലക്ഷയം വിവാദമായതോടെ അറ്റകുറ്റപ്പണികൾ ലക്ഷ്യമിട്ടാണ് തമിഴ്നാട് ജലനിരപ്പ് താഴ്ത്തുന്നത്. അടിമാലി കരടിപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ ടെക്നോ പാർക്ക് ജീവനക്കാരിയായ യുവതി മരണമടഞ്ഞു. കല്ലൂർക്കാട് പത്തിക്കൽ ഗാസിയെയാണ് മരണമടഞ്ഞത്. എറണാകുളത്ത് നിന്നും മൂന്നാറിലേക്ക് പോവുകയായിരുന്ന ഗാസിയെയും സഹപ്രവർത്തകനും സഞ്ചരിച്ച ബൈക്ക് KSRTC ബസിൽ ഇടിക്കുകയായിരുന്നു. കൈലാസപ്പാറ പരിവർത്തനമെട്ടിലെ അനധികൃത നിർമ്മാണ മേഖലയിൽ റവന്യൂ അധികൃതർ പരിശോധന നടത്തി. നിർമ്മാണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുവാൻ തഹസിൽദാർ നിർദ്ദേശം നൽകി. നിർദ്ദേശം ഇടുക്കിനെറ്റ് വാർത്തകളെ തുടർന്ന്. ഇടുക്കിനെറ്റ് സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയുടെ ഓഡീഷൻ റൗണ്ടുകൾ ആരംഭിച്ചു. CNXN മീഡിയ അണിയിച്ചൊരുക്കുന്ന സ്പോട്ട്ലൈറ്റ് ഓഡീഷൻ റൗണ്ട് കട്ടപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മൂന്നാറിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 100 ലിറ്റർ വിദേശ മദ്യം എക്സൈസ് സംഘം പിടികൂടി. 3 പ്രതികളെ പിടികൂടിയെങ്കിലും 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഇന്നത്തെ ഈ വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ് കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതൻ ചാരുതയോ. മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledda Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ?
ചേട്ടനെ വിളിച്ച് പറയുന്ന കടയില് നിനക്കൊക്കെ പ്രാന്താടാ. നീ നോക്കില്ല വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. ഇവിടെ നിനക്കുള്ള കിടക്ക് ഡ്രസ്സ് കൊണ്ട് നീ ആ പെട്രോളിലോട്ട് ചെല്ലു. ഇവിടെ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്. നല്ല കളക്ഷനാ. Petro Fashion, highly inflammable fashion. പള്ളിക്കവല, കട്ടപ്പന. കെജിസ് ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല കെജിസ് സിൽവർ മൈൻ മരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈച്ചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. കെജി സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡോൺ ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡോൺ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, കെജിഎസ് ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. അഡോൺ, ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. ജ്വല്ലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടിവി സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.